ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാട്ടിലാണെങ്കിൽ എല്ലാവരും തണുപ്പും മഴയെല്ലാം പിടിച്ചിരിക്കുകയാണല്ലേ. ഇവിടെ ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഞങ്ങൾക്ക് ഇവിടെ വിൻ്ററാണ്, അതായത് തണുപ്പ് കാലമാണ്. ഇങ്ങനെ തണുപ്പൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഓറഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല, ഈ ഓറഞ്ച് ഉപയോഗിച്ചിട്ട് എന്താ ഇപ്പോൾ ഐറ്റം അല്ലേ? വൈറ്റമിൻ സി കൂടുതലുള്ള ഈ ഓറഞ്ചും അതുപോലെ നമ്മുടെ കിച്ചണിലുള്ള മറ്റൊന്ന് രണ്ട് ഐറ്റംസും കൂടെ കൂടിയിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്. ഇത് ബേസിക്കലി ഒരു നേപ്പാളി ഡിഷാണ്. ഇതിൻ്റെ പേര് സുന്തല സാദേഖോ എന്നാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ഏതായാലും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാരിനേറ്റഡ് ഓറഞ്ച് സാലഡ് എന്നാണ്. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാലോ. വെൽക്കം ടു ജയ്ജസ് ഹോം വീഡിയോസ്. ഈ മാരിനേറ്റഡ് ഓറഞ്ച് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 2 വലിയ ഓറഞ്ചാണ്. ഇനി വലുതല്ലെങ്കിൽ നമുക്ക് 2-3 എണ്ണം ഉപയോഗിക്കാം. ഇത് ഒരാൾക്കുള്ള അല്ലെങ്കിൽ 2 ആൾക്കുള്ള സെർവാണിത്. ഇതിനുവേണ്ടി നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ഉലുവ, അതായത് ഫെനിഗ്രീക്ക് സീഡ്സ്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ക്രഷ് ചില്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് സാദാ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നത്. വീട്ടിലുണ്ടാക്കിയ തൈരാണ് നല്ലത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷണലായിട്ട് പഞ്ചസാര ഉപയോഗിക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന തൈരിന് പുളി കൂടുതലാണെങ്കിലോ ഓറഞ്ചിന് മധുരം കുറവാണെങ്കിലോ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. നമുക്ക് ആദ്യമായിട്ട് ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നടുവെ മുറിച്ചെടുക്കാം, എന്നിട്ടാണ് നമുക്ക് കുരു കളയാൻ എളുപ്പം. കുരു കളഞ്ഞ ഓറഞ്ചെല്ലാം നമ്മൾ ഈ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നു. അതിന് പുറമെ നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർക്കുന്നത്. കുറവ് മതിയെങ്കിൽ ഉപ്പ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നു. 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നത്. വീട്ടിലുണ്ടാക്കിയ തൈരാണ് നല്ലത്. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പാൻ വെച്ച് സ്റ്റവ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഏകദേശം 2 ടേബിൾ സ്പൂൺ. ഓയിൽ ചൂടാകുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഫെനിഗ്രീക്ക് സീഡ്സ്, അതായത് ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉലുവ ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയപ്പോഴത്തേക്കും ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി കുക്കാവുന്നില്ല, മഞ്ഞൾപ്പൊടി ചെറുതായിട്ടും ചൂടാകാൻ മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാരിനേറ്റഡ് ഓറഞ്ച് സാലഡ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങളും ഓറഞ്ചും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണിത്. ഇത് നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇത് നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, ഡിസേർട്ടായിട്ട് ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇതുപോലെ ഓറഞ്ച് ഉപയോഗിച്ചുണ്ടാക്കി ഈ മാരിനേറ്റഡ് ഓറഞ്ച് സാലഡും ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.
നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതുപോലെ മറ്റു വീഡിയോയുമായിട്ട് നാം അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.